ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. ഇവിടെ സിമ്പിളായിട്ടുള്ളൊരു തക്കാളി ചട്നി റെസിപ്പിയാണ് നമ്മൾ ചെയ്യുന്നത്. ആദ്യമായിട്ട് പച്ചമുളക്, ആവശ്യത്തിനുള്ള വെളുത്തുള്ളി, സവാള, തക്കാളി എന്നിവ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു ചീനച്ചട്ടി എടുത്ത് അടുപ്പിലേക്ക് വെച്ചിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അരിഞ്ഞ് വെച്ച വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ഇട്ട് ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. അത് ജസ്റ്റ് ഒന്ന് വഴണ്ട് വന്നതിന് ശേഷം ഒരു മീഡിയം സൈസ് സവാളയാണ് നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. അരിഞ്ഞു വെച്ച സവാള അതിലേക്ക് ചേർത്ത് കൊടുക്കുക, അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ ശേഷം നമ്മളിവിടെ രണ്ട് തക്കാളിയാണ്, മീഡിയം സൈസ് 2 തക്കാളിയാണ് അരിഞ്ഞു വെച്ചിട്ടുള്ളത്. ആ അരിഞ്ഞു വെച്ച തക്കാളിയും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം അതൊന്ന് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മൾ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 2 സ്പൂണ് കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതെല്ലാം കൂടെ നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അടച്ച് വെച്ച് വേവിച്ചെടുക്കുക. അത് നല്ലോണം വെന്ത് വന്നതിന് ശേഷം നമ്മളതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് അരച്ചെടുക്കണം. അരച്ചെടുത്തതിന് ശേഷം നമ്മളൊരു ഗ്യാസിലൊരു ചീനച്ചട്ടി വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കടുക്, കറിവേപ്പില, വറ്റൽമുളക് എല്ലാം ഇട്ട് കൊടുത്ത് നല്ലോണം വഴറ്റി കൊടുക്കുക. എന്നിട്ട് ഈ തക്കാളി ചട്നിയുടെ മിശ്രിതം, അരച്ചു വെച്ച ആ മിശ്രിതം അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ സിമ്പിളായിട്ടുള്ള തക്കാളി ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഭയങ്കര ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.